This is Rekha, mind trainer, life coach and counselor. നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയാലും പ്രൊഫഷണൽ ലൈഫ് ആയാലും ബിസിനസ് ആയാലും പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നത്തിങ് ഹാപ്പൻ വിതൗട്ട് എ പ്ലാൻ. ഇപ്പൊ നമ്മുടെ അമ്മമാരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി വേണോ, പുട്ട് വേണോ, ചപ്പാത്തി വേണോ എന്നുള്ള കാര്യം അവർ തലേദിവസം തന്നെ പ്ലാൻ ചെയ്യും. അതുപോലെ ചിലരൊക്കെ ആണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ മാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തലേദിവസം തന്നെ നമ്മൾ വണ്ടിയുടെ ടാങ്കെല്ലാം പെട്രോളും ഡീസലും ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് വെക്കും. സപ്പോസ് എവിടെയെങ്കിലും പോകേണ്ടി വന്നാലോ എന്നുള്ളൊരു ആശങ്കയിൽ. നമ്മുടെ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത്, അതായത് പ്രഖ്യാപിച്ച സമയത്ത് സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. എല്ലാവരും ആ രീതിയിൽ പ്ലാൻ ചെയ്തു. ഇപ്പൊ നമ്മള് ഈ വക കാര്യങ്ങളിലെല്ലാം പ്ലാൻ ചെയ്യാൻ എക്സ്പേർട്ട് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യും. പിന്നെ ആവട്ടെ, സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആ കാര്യങ്ങൾ മാറ്റിവെക്കും. എന്തായാലും ഈ ലോക്ക്ഡൌണിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പ്ലാൻ എങ്കിലും ചെയ്തു വെക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാനിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയാസ് കിട്ടും. അതിന്റെ കണ്ടിന്യൂറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പം ഈ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ കോർ എന്താണെന്ന് അറിയണം. കോർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ എന്താണ്, ആ പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ബിസിനസ് കൊണ്ട് എന്ത് ഉപയോഗമാണ് ഉള്ളത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ അല്ലെങ്കിൽ പ്രൊഫഷനിൽ എനിക്ക് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവും, എനിക്ക് അതിൽ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ജീവിതത്തിൽ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുമോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഓഫ് പീസ് എന്ന് പറയും സൈക്കോളജിയിൽ. ഒരു പോയിന്റ് ഓഫ് പീസ് ഉണ്ട്. അതായത് ചിലരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇനി ഒരു വീടും കൂടെ ആയാൽ എനിക്ക് സമാധാനമായി, അല്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായി. ഇതുപോലെ ഓരോരുത്തർക്കും ഈ പോയിന്റ് ഓഫ് പീസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ചിലർക്ക് കാറാണെങ്കിൽ, ചിലർക്ക് വീടായിരിക്കും, ചിലർക്ക് പണമായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഇത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പീസ് ഓഫ് പോയിന്റ് എന്താണെന്നുള്ള കാര്യം ആദ്യം കണ്ടെത്തുക. അത് കണ്ടെത്തിയിട്ട് അതുമായി നമ്മൾ എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം വിലയിരുത്തുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് 100 കോടിയാണ് വേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ 20 കോടിയേ ഉള്ളൂ. സോ അത് നികത്താനുള്ള ഗ്യാപ്പ് കുറേയുണ്ട്. ആ ഗ്യാപ്പ് നികത്താൻ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പ്രൊഫഷനിൽ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ബിസിനസ് കൊണ്ട് എനിക്ക് സാധ്യമാണോ എന്നുള്ളൊരു കാര്യം വിലയിരുത്തുക. അപ്പം അതിന് റിയലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ എവിടെയാണ്, എനിക്ക് എവിടെയാണ് എത്തേണ്ടത്, ഈ പോകുന്ന സെയിം ഡയറക്ഷനിൽ, ഈ പോകുന്ന സെയിം റൂട്ടിൽ പോയാൽ എനിക്ക് എൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, ഈ കാര്യങ്ങളെല്ലാം പുറമേ നിന്നുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇത് സ്വയം നിങ്ങൾ ജഡ്ജ് ചെയ്യണം. പ്ലാനിങ്ങിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് ഈ കാര്യങ്ങളെല്ലാം സ്വയം നിങ്ങൾ വിലയിരുത്തുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് എൻ്റെ ഗോൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം റീച്ച് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ഞാൻ പോകുന്ന ഈ ഡയറക്ഷനും ഈ ഒരു സ്പീഡും മതിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലത്തെ അത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതില് ആദ്യത്തെ ഒരു സംഭവം, നിങ്ങൾക്ക് എത്രത്തോളം വിഷൻ ഉണ്ട് എന്നുള്ള കാര്യം വിലയിരുത്തുക. വിഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നമുക്കിപ്പം നമ്മൾ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നമ്മളൊരു ഹിമാലയം പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ഹിമാലയം പോകാനായിട്ട് നമ്മൾ നമ്മുടെ കാറോ അല്ലെങ്കിൽ ബൈക്കോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഹിമാലയം എത്തണമെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും പിടിക്കും. അപ്പൊ ഓരോ ദിവസവും നമ്മൾ എവിടെ സ്റ്റേ ചെയ്യും, നമ്മൾ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, പോകുന്ന വഴിക്ക് എന്തെല്ലാം തടസ്സങ്ങൾ വന്നേക്കാം, പ്രോബ്ലംസ് വന്നേക്കാം. ചിലപ്പോൾ മഴ പെയ്തേക്കാം, മണ്ണിടിച്ചിലുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായേക്കാം. സോ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉദ്ദേശം എപ്പോൾ എത്തും, എവിടെയൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് ചെല്ലാൻ എളുപ്പമാണ്. എന്നാൽ
ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, ആരെയൊക്കെയാണ് മീറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ടച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു വിഷൻ നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് ഗോൾ റീച്ച് ചെയ്യുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ സപ്പോസ് ഇനി നിങ്ങൾക്ക് ഈ വിഷൻ ക്ലിയർ ആക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതേ മേഖലയിൽ, നിങ്ങളുടെ അതേ പ്രൊഫഷനിൽ, നിങ്ങളുടെ അതേ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയ ബുക്സ്, ഓഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ വിഷൻ വിപുലമാകും, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പം അത് നമ്മളൊരു നമ്മുടെ വിഷനെ ഒരു മൈൻഡ് മാപ്പിലും കൂടെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ആയി. അത് മൈൻഡ് മാപ്പ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പൊ വിഷൻ ഉണ്ട്, എന്നാൽ വിഷൻ അച്ചീവ് ചെയ്യാനുള്ള സ്കിൽസ് ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക. ഇപ്പം ചില ആൾക്കാർ പറയും, എനിക്ക് ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലില്ല, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ടെക്നോളജിയിൽ വീക്കാണ്, പീപ്പിളിനെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. ശരിക്കും ഇതെല്ലാം സ്കിൽസ് ആണ്. നമ്മൾ ഈ ഒരു കാര്യങ്ങളെ അപ്രോച്ച് പോലും ചെയ്യാതെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആകാൻ വേണ്ടി കാണിക്കുന്ന എക്സ്ക്യൂസസ് ആണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഇപ്പൊ ശരിക്കും എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നന്നായിട്ട് ഇന്റലക്ട് ആയവർക്ക് മാത്രമേ റൂബിക് ക്യൂബ് ചെയ്യാൻ പറ്റൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണ് ഒരു ധാരണ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അത്ര ഇന്റലക്ട് ഒന്നുമല്ല, ആവറേജ് ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഞാൻ ഈ റൂബിക് ക്യൂബ് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് അനായാസേന ചെയ്യാൻ പറ്റി. അതേപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ, പബ്ലിക് സ്പീക്കിംഗ് ആവട്ടെ, അതുപോലെ പീപ്പിൾ മാനേജ്മെന്റ് ആവട്ടെ, ഇതെല്ലാം ഒരു സ്കില്ലാണ്. ഇന്നാണെങ്കിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സസ്, ഫ്രീ ആയിട്ട് പോലും ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ലിങ്ക്ഡിനിലാണേലും ഉഡുമിയിലാണേലും ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്ത് നമ്മുടെ സ്കില്ല് എവിടെയാണ് കുറഞ്ഞിരിക്കുന്നതെന്ന് നോക്കി, അതായത് നമ്മുടെ വിഷനിലെത്താനുള്ള സ്കില്ല് എവിടെയാണ് ലാക്ക് ആയിരിക്കുന്നത് നോക്കി ആ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനുള്ള ഡെയിലി ഒരു 1 hour വെച്ച് അതിനകത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് പോയിന്റ്, കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഹൂ യു നോ ദാൻ വാട്ട് യു നോ. എന്തറിയാം എന്നതിലുപരി ആരെ അറിയാം എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വാട്സാപ്പിലും ട്വിറ്ററിലും ഇതുപോലുള്ള സോഷ്യൽ മീഡിയാസിലെല്ലാം വെറുതെ കയറി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നല്ല വർത്തായ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. ഈ കണക്ഷൻസ്, അതായത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റും, വാല്യൂ ആഡഡ് ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. When I will give my best to the world give its best to me. Fourth point, മാർക്കറ്റിംഗ്. ഈ പ്രൊഫഷൻ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെന്തിനാ മാർക്കറ്റിംഗ് എന്ന് തോന്നിയേക്കാം. പ്രൊഫഷൻ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ മാർക്കറ്റിംഗ് എന്ന് സിംപ്ലി പറയുകയാണെങ്കിൽ, ആർക്ക് എന്ത് ആവശ്യമോ അത് കണ്ടെത്തി കൊടുക്കുക, അതാണ് സിംപ്ലി മാർക്കറ്റിംഗ്. ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആവശ്യം ആർക്കാണ് എന്നുള്ള കാര്യം ആദ്യം കണ്ടെത്തുക. ദെൻ നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം അവരെ അറിയിക്കുക. പിന്നെ അവരുടെ പ്രോബ്ലത്തിന് നമുക്കേ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുക. ഇതിനിപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ചില ഫോറംസ് ഒക്കെ ഉണ്ടാവും. അതിപ്പോ ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അതിലെല്ലാം മെമ്പർ ആവുക. ഈ ഫോറംസ് എന്ന് പറയുമ്പോൾ സർട്ടൺ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ്, അതായത് ഇപ്പം ബിസിനസ്സുകാരുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അവിടെ ഓരോ വീക്കെൻഡും അല്ലെങ്കിൽ ഓരോ മന്ത്ലിയും കുറെ ബിസിനസ്സുകാരെ ചേർന്ന് അടുത്ത് വരുന്ന അപ്ഡേറ്റ്സ് എന്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്നുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആരാണ് എന്നുള്ള കാര്യം കുറെ ആൾക്കാരെ അറിയും. പ്രൊഫഷൻ ആണെങ്കിലും ഇങ്ങനെ, ഇപ്പൊ അക്കൗണ്ടിങ് ആണെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡിലുള്ള കുറെ ആൾക്കാർ ജോയിൻ ചെയ്ത് അടുത്ത് വരുന്ന അപ്ഡേറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, ഇതുപോലുള്ള കുറെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാകുമ്പോൾ ഇങ്ങനെ ഒരു ആളുണ്ടെന്ന് കൂടുതൽ കണക്ഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനും സാധിക്കും. ഇതാണ് ഫസ്റ്റ് ബേസിക് ഒരു പ്ലാൻ. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല.
ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്ലാനിൽ നിന്ന് തീർത്തും വ്യതിചലിച്ച് വേറൊരു രീതിയിലോട്ട് പോയേക്കാം. അപ്പൊ നമുക്ക് പ്ലാൻ ബിയും വേണം, പ്ലാൻ സിയും വേണം. സപ്പോസ് ഈ പ്ലാൻ സിയിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം. സോ അതിനും ഓൾട്ടർനേറ്റീവ് വേണം. അവിടെയും സർവൈവ് ചെയ്യാനുള്ള പ്ലാനും കൂടെ നമ്മുടെ കയ്യിലുണ്ടാകും. എന്തിനാ ഇത്ര കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ ഇന്നത്തെ ഈ ഒരു ലോകത്ത്, ഈ കോമ്പറ്റീഷന്റെ ലോകത്ത് ജീവിക്കാൻ ഇത് അത്യാവശ്യമാണ്. നമ്മളെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ദൃഢമായിരിക്കുന്നുവോ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ വിജയം. സോ ഫെയിലിയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഫെയിൽ ആയാൽ എന്ത് ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങും ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫെയിലിയർ. അപ്പം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു 4 കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് വൺ, വിഷൻ. നമ്മുടെ വിഷൻ നമുക്ക് എത്രമാത്രം ക്ലിയർ ആണ്. ഒരു റോഡ് മാപ്പ് പോലെ നമുക്ക് ആ വിഷൻ കാണാൻ പറ്റണം. എവിടെയൊക്കെ നിർത്തും, എങ്ങനെയൊക്കെ നിർത്തും, എന്തൊക്കെ കാര്യങ്ങൾ ടച്ച് ചെയ്യണം. ഈ ഒരു റോഡ് മാപ്പ് പോലെ വിഷൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, നമുക്ക് ആ വിഷനിൽ എത്താൻ എന്തൊക്കെ സ്കിൽസ് ആവശ്യമാണെന്ന് നോക്കി ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക. ആൻഡ് തേർഡ് വൺ, കണക്ഷൻസ്. എങ്ങനെ നമുക്ക് കണക്ഷൻസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം, നമുക്ക് എന്താണ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുക എന്ന് നോക്കുക. നമ്മളൊന്നും കൊടുക്കാതെ ഒന്നും നമുക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫോർത്ത് വൺ, മാർക്കറ്റിംഗ്. ഒരു പേഴ്സൺ ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഈ ഒരു ലോക്ക്ഡൌണിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആർക്കെങ്കിലും മുന്നോട്ടുള്ള ഭാവി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you. Wish you all the best.